ഹലോ നമസ്കാരം. ഇന്ന് ശരിക്കും ഈ ഒരു വീഡിയോ ഞാൻ ചെയ്യണമെന്ന് ഞാൻ വിചാരിച്ചതല്ല. പക്ഷേ ഓരോ ന്യൂസും ഓരോ കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോഴും കാണുമ്പോഴും നമുക്കിങ്ങനെ വീഡിയോ ഒരെണ്ണം ചെയ്യാണ്ടിരിക്കാനും പറ്റുന്നില്ല. അപ്പോൾ ഇപ്പോൾ ഒരു ലേറ്റസ്റ്റ് ആയിട്ട് ഞാൻ കുറച്ച് മണിക്കൂറിന് മുമ്പെയാണ് ആ ഒരു ഇഷ്യൂവിനെ പറ്റിയിട്ട് കറക്റ്റ് അറിയുന്നതും കാര്യങ്ങളെല്ലാം മനസ്സിലാക്കുന്നത്. കാരണം ഞാൻ ആ വ്യക്തികളെ പേരെടുത്ത് പറയാനോ അല്ലെങ്കിൽ അതിനൊന്നും ഞാൻ നിൽക്കുന്നില്ല. ഞാൻ ഇതിനകത്ത് എൻ്റെ വീഡിയോൻ്റെ കൂടെ തന്നെ സ്ക്രീൻ ഷെയർ ചെയ്ത് കാണിക്കുന്നുണ്ട്. ഈ ഒരു പ്രവൃത്തി ബസ്സിൽ നിന്ന് അവർ വീഡിയോ എടുത്തു, ഓക്കെ ഫൈൻ. പക്ഷെ അവർ ആ ഒരു സ്ത്രീ അല്ലെങ്കിൽ ആ ഒരു കുട്ടി ആലോചിക്കേണ്ട ഫസ്റ്റ് കാര്യം എന്തായിരുന്നു എന്ന് വെച്ചാൽ നേരെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുവന്ന് കൊടുക്കായിരുന്നു, പരാതിപ്പെട്ട് ഈ ഒരു തെളിവുകൾ ആദ്യമേ കൊടുത്തു എല്ലാം ചെയ്തതിന് ശേഷം അവിടെ നിന്ന് എന്താണ് മറുപടി കിട്ടുന്നത് എന്നറിഞ്ഞതിന് ശേഷം സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യായിരുന്നു. കാരണം ചിലപ്പോൾ ഇത് തിരക്കുള്ള ബസ്സാണ്, കൈ തട്ടാണെങ്കിൽ. കാരണം ആ കുട്ടി എടുക്കുന്ന വീഡിയോയിൽ ആദ്യത്തെ ഒരു ഷോട്ടിൽ ഇങ്ങനെ എടുക്കുന്നു, അതിൽ വേറെ അസ്വാഭാവികമായിട്ടൊന്നും ഞാൻ കണ്ടില്ല. ചിലപ്പോൾ ഞാൻ ഒന്നുകൂടെ ഡീറ്റെയിൽ ആയിട്ട് നോക്കിയിട്ട് വേണമെങ്കിൽ പറഞ്ഞുതരാം. അത് ആദ്യത്തെ വീഡിയോ എടുത്തപ്പോഴത്തേക്ക് എനിക്ക് വേറെ അസ്വാഭാവികതയൊന്നും അതിനകത്ത് കണ്ടില്ലായിരുന്നു. പക്ഷേ രണ്ടാമത്തെ വീഡിയോയിൽ ഇങ്ങനെ പുള്ളിക്കാരൻ എന്തോ ഇറങ്ങാൻ പോവുകയാണെന്ന് തോന്നുന്നു. അപ്പോൾ ഒന്ന് തട്ടി അന്ന് കണ്ടു. ഇപ്പം ഞാനും ഒരു പെൺകുട്ടിയാണ്, ഞാനും എന്തെങ്കിലും തിരക്കിലൂടെയാണ് പോകുന്നുണ്ടെങ്കിൽ ഞാൻ ഫസ്റ്റ് ചെയ്യുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മളെ തന്നെ ഒന്ന് കെയർ ചെയ്യണം. എന്നിട്ട് ബാക്കി വീഡിയോ എടുക്കാൻ ഒരു കുഴപ്പമില്ല. ഇപ്പോൾ വൈറലാവണം എന്ന് കരുതിയിട്ട് ഒരു വീഡിയോ എടുക്കുകയാണെങ്കിൽ അവരെങ്ങനെ വേണോ വയ്ക്കും, അത് നമ്മൾ പറയുന്നില്ല. അപ്പം ഞാനാണെങ്കിൽ പോലും നടക്കുമ്പോഴത്തേക്കും നമ്മൾ ഫസ്റ്റ് ഇങ്ങനെ നടക്കുകയുള്ളൂ. ഞാൻ ഇങ്ങനെ നടക്കത്തുള്ളൂ. എവിടെ തിരക്കുണ്ടെങ്കിലും ഞാൻ ഇങ്ങനെ വെച്ചിട്ട് അങ്ങനെ നടക്കുകയുള്ളൂ. അപ്പം നമുക്ക് പെട്ടെന്ന് ഒരാൾ നമ്മളെ ഒരു മോശമായിട്ടൊരു ഇൻറ്റൻഷൻ വെച്ച് ടച്ച് ചെയ്യാൻ വരുന്നെങ്കിൽ പോലും നമ്മൾക്ക് ഇങ്ങനെയല്ല നിൽക്കുന്നത്. അപ്പോൾ നമുക്ക് റെസിസ്റ്റ് ചെയ്ത് നിൽക്കാൻ പറ്റുമല്ലോ. അപ്പോൾ ഇതിനകത്ത് ആ കുട്ടി ആ ഒരു വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് തന്നെ പോസ് ചെയ്യുന്ന രീതിയിലൊക്കെയാണ് തോന്നിയത്. അപ്പം അതെല്ലാം കഴിഞ്ഞു. അപ്പോൾ ഈ കുട്ടി ഫസ്റ്റ് ചെയ്തിരുന്നത് എന്തുകൊണ്ടും പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുവന്ന് കംപ്ലയിൻറ്റ് കൊടുത്ത് പോലീസുകാരെ ഈ ഒരു വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യട്ടെ, സോഷ്യലി അപ്ലോഡ് ചെയ്യട്ടെ എന്നൊക്കെ പറയുമ്പോഴാണെങ്കിൽ അവർ ഓക്കെ എന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഓക്കെ ഇത് ചെയ്താൽ. ഇത് ഇപ്പം എന്തായ അവസ്ഥ? അയാൾ പോയി. പക്ഷെ അയാൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു കുഞ്ഞുണ്ട് അയാൾക്ക്. അപ്പം അയാൾക്കൊരു ഫാമിലി എന്നുള്ളൊരു സംഭവം തന്നെ ഉണ്ട്. അപ്പം ഇപ്പം എന്താ അയാളുടെ കാര്യം? അയാൾ മരിച്ചു. ആ ഒരു കുട്ടിയുടെ ഒരു വീഡിയോ കാരണം അയാൾ മനംനൊന്ത് ആത്മഹത്യ ചെയ്തു എന്നുള്ളത് തന്നെയാണ്. അപ്പം നമ്മൾ എന്തൊരു വീഡിയോ ഇടുന്നതിന് മുമ്പേ നമ്മുടെ കയ്യിൽ എല്ലാത്തിൻ്റെ തെളിവുകളെല്ലാം ഉണ്ട്. നമ്മൾ ലീഗലി പോയിട്ട് വീഡിയോ ഇട്ടാൽ ഓക്കെ ഫൈൻ, അതൊക്കെ ഓക്കെയാണ്. അല്ലാതെ ഇങ്ങനെ ഇട്ടതാണ്ട് അയാളിപ്പോൾ മരിച്ചു. ഇപ്പം ആ കുട്ടിക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നു? ആ കുട്ടി പറഞ്ഞു അയാൾ ഞരമ്പനാണ്, ഇപ്പം അങ്ങനെയൊക്കെയാണോ ഇങ്ങനെയൊക്കെയാണോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആ കുട്ടി പറഞ്ഞു. അയാൾ ആ മനംനൊന്താണ് അങ്ങ് മരിച്ചത്.